പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഈ ഡെയിലി മിറർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിചിന്തനം ഈശോയുടെ അത്ഭുതങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് വർദ്ധിപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പൊതുവെ മദ്യപന്മാർക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗമാണത്. ഈശോ പോലും ഇങ്ങനെ വളരെ സമൃദ്ധമായിട്ട് വീഞ്ഞ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നസ്രത്തിൽ ജീവിച്ചിരുന്ന, ബേത്ലഹേമിൽ ജനിച്ച് നസ്രത്ത് ജീവിച്ചിരുന്ന യേശു എന്ന് വിളിക്കുന്ന ആ ഒരു തച്ചൻ, തച്ചൻ്റെ മകൻ യഥാർത്ഥത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനാണ് എന്ന് വെളിപ്പെടുത്താനുള്ള സൂചനകൾ, അടയാളങ്ങളാണ് കർത്താവിൻ്റെ അത്ഭുതങ്ങളെല്ലാം. ആ രീതിയിൽ കാണുകയും അതിൻ്റെ അന്നത്തെ സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുമ്പോഴേ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഇത്രയും വീഞ്ഞ് ഉണ്ടാകാൻ പറ്റുമോ? അല്ലെ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? 7 അപ്പം കൊണ്ട് 4000 പേരെ തീറ്റിപ്പോറ്റാൻ പറ്റുമോ? കുരുടന് കാഴ്ച കൊടുക്കാൻ പറ്റുമോ? മരിച്ചയാളെ ഉയർപ്പിക്കാൻ പറ്റുമോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരും. അത് പ്രസക്തവുമാണ്. എങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവിടെയൊന്നും അല്ല പതിയേണ്ടത്. നേരെ മറിച്ച് അതിലൂടെ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ: ഈ നിൽക്കുന്ന മനുഷ്യൻ, ഇതൊക്കെ ചെയ്യുന്ന ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ രക്ഷകനാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവർ പറയുന്നത്? കാരണം പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോയാൽ നമുക്ക് കാണാം ഈ രക്ഷകൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന്. അതെല്ലാം സംഭവിച്ചിരിക്കുന്നുവെന്ന് ഈശോയുടെ ശിഷ്യന്മാരിലെ സുവിശേഷകന്മാർ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വായിക്കുന്ന, അല്ലെ ആദ്യകാലത്ത് അത് കേട്ടിരുന്ന, കാരണം ആദ്യകാലത്ത് വായ്മൊഴിയായിരുന്നു, അത് കേട്ടിരുന്ന അന്നത്തെ യഹൂദന്മാർക്ക് കൃത്യമായിട്ടത് മനസ്സിലാകും. കാരണം അവർ യേശുവിനെ അല്ലെങ്കിൽ രക്ഷകനെക്കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യം എന്താണ്? വലിയൊരു നീണ്ട ഒരു വംശാവലിയാണ്. യഹൂദിനെ സംബന്ധിച്ച് വംശാവലി വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ഈശോ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു യഹൂദരുടെ ഇടയിലേക്ക് വരാനിരുന്ന രക്ഷകൻ തന്നെയാണ്, അതിന് സംശയമൊന്നും വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. യോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഈശോ, അതെന്തിനാണ്? പ്രവചനങ്ങൾ പൂർത്തിയാകട്ടെ എന്നാണ് ഈശോ പറയുന്നത്. എന്താ പിന്നെ പ്രവചനം? യോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിക്കുമെന്നായിരുന്നോ? യഥാർത്ഥത്തിൽ മിശിഹ വരുമ്പോൾ ആദ്യമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും എന്നുള്ള യഹൂദ വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ കേവലം ഒരു ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വേണ്ടി മാത്രമല്ല ഈശോ യോർദാൻ നദിയിൽ അന്ന് പ്രത്യക്ഷപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. നേരെ മറിച്ച് താൻ ദൈവപുത്രനാണ് അല്ലെങ്കിൽ രക്ഷകനാണ് എന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. ഇതറിയാവുന്ന വ്യക്തികളുടെ മുമ്പിലാണ് ഈശോ നിൽക്കുന്നത്. സൂചനകളാണിതെല്ലാം. അതുപോലെ തന്നെ രക്ഷകൻ വരുമ്പോൾ വീഞ്ഞിൻ്റെ സമൃദ്ധി ഉണ്ടാകും. വീഞ്ഞിൽ തുണി അലക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് അത്രയധികം വീഞ്ഞുണ്ടാകും. വീഞ്ഞ് നമുക്കറിയാം, അത് പലസ്തീനായാലുള്ളൊരു സാധാരണ പാനീയമാണ്. അവരുടെ ഒരു പ്രധാന കാർഷികോൽപ്പന്നമാണ് മുന്തിരി എന്ന് പറയുന്നത്, അതിൽ നിന്നെടുക്കുന്ന വസ്തു. അപ്പോൾ അതിൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ബാക്കി എല്ലാത്തിൻ്റെയും സമൃദ്ധി എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ വീഞ്ഞ് ധാരാളമായിട്ട് അല്ലെങ്കിൽ അത്ഭുതത്തിലൂടെ ഉണ്ടാക്കുന്ന ഈശോ എന്ന് പറയുന്ന ആ വ്യക്തി രക്ഷകനാണ് എന്ന് ആളുകൾക്ക് വിശ്വാസം വരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം
2-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്ന 11-ാം വാക്യത്തിൽ, യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവനിൽ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? അവൻ ആരെന്നാണ് വിശ്വസിച്ചത്? അല്ല, അവനിൽ എന്തുണ്ടെന്നാണ് വിശ്വസിച്ചത്? വിശ്വസിച്ച് ഇത്രയേ ഉള്ളൂ, അതായത് അവൻ വരാനിരിക്കുന്ന രക്ഷകനാണ്. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം ധാരാളം അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, അവിടുന്ന് വരാനിരിക്കുന്ന രക്ഷകനാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ്. ഇതെല്ലാം പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പ്രവാചക ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ അത്ഭുതങ്ങളെ നമ്മൾ അങ്ങനെ സ്വീകരിക്കണം എന്നുള്ള ആ ഒരു വസ്തുത പറയാൻ വേണ്ടിയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. പലപ്പോഴും ആളുകൾ ചോദിക്കും, ആ പന്നിക്കൂട്ടത്തിലേക്ക് പോയി എത്രയോ ആയിരക്കണക്കിന് പന്നിയാണ് പോയി വെള്ളത്തിൽ ചാടി ചത്തത്, അതൊക്കെ അങ്ങനെ സംഭവിക്കുമോ? നമ്മളത് സംഭവിച്ചില്ലയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നേരെ മറിച്ച് ഈ വ്യക്തി യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന രക്ഷകനാണ് എന്നുള്ളതിന് തെളിവായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അന്നത്തെ ആളുകളോട് അത് പറഞ്ഞാൽ മതി, അവർക്കൊരു സംശയം ഉണ്ടാകില്ല. കാരണം അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്, അത് അവർക്കറിയാം നന്നായിട്ട്. അതുകൊണ്ട് നമ്മൾ ഈ കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഓർക്കുക, എഴുതിയ ആളിൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണ്? അത് ഈ കർത്താവിലെ ഈശോ എന്ന് പറയുന്ന വ്യക്തി രക്ഷകനാണ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈശോയുടെ പ്രലോഭനങ്ങൾ, ആ 3 പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അപ്പം സമൃദ്ധമായിട്ട് രക്ഷകൻ്റെ കാലത്തുണ്ടാകും, പട്ടിണിയൊന്നും കിടക്കേണ്ടി വരില്ല. അതുകൊണ്ട് നീ ഇതങ്ങോട്ട് ഈ കല്ലുകളെ അപ്പമാക്കുകയാണെങ്കിൽ ആളുകൾ വിശ്വസിച്ചോളും, നീ രക്ഷകനാണെന്ന് വിശ്വസിച്ചോളും, നിൻ്റെ പിന്നാലെ ആളുകൾ കൂടും, സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ നീ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക. രക്ഷകൻ വരുമ്പോൾ ജെറൂസലം ദേവാലയത്തിൽ ഇങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ പ്രകടിപ്പിച്ച് അത്ഭുതകരമായിട്ട് പുറത്തു വരും, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് അവരുടെ വിശ്വാസം. അതാണ് ഈശോയുടെ ഈ പ്രലോഭകൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ചെയ്യുകയാണെങ്കിൽ നിന്നെ വിശ്വസിച്ചുകൊള്ളും, സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. അപ്പോഴൊക്കെ ഈശോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കണ്ട് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. വീണ്ടും ഈശോയെക്കുറിച്ച് തർക്കം വരുമ്പോൾ അവർ പറയുന്നത് എന്താണ്? പ്രമുഖർ പറയുന്നത്, മിശിഹ വരുമ്പോൾ എവിടുന്നാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നേരെ മറിച്ച് ഇവൻ എവിടുന്നാണ് വന്നത് നമുക്കറിയാം, അവൻ്റെ ഉത്ഭവം എവിടുന്നാണെന്നറിയാം, അവൻ്റെ വീട്ടുകാരെ നമുക്കറിയാം, മാതാപിതാക്കളെ അറിയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവൻ മിശിഹ അല്ല. അതുകൊണ്ടാണ് ഈശോയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു വിട്ട പോലീസുകാർ വന്ന് പറഞ്ഞല്ലോ, ഇവനെപ്പോലെ ആരും ഇങ്ങനെ ചെയ്തും പറഞ്ഞും കേട്ടിട്ടില്ല. അപ്പോഴാണ് അവർ പറഞ്ഞത്, അധികാരികൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അവർ വിശ്വസിക്കുന്ന മിശിഹായുടെ അടയാളങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ്. അതേസമയത്ത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ മിശിഹായെക്കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലായവർക്ക് അത് ഈശോയാണല്ലോ രക്ഷകനാണെന്ന് മനസ്സിലായി. അതാണ് ഈ ശമരിയക്കാരി സ്ത്രീക്ക് സംഭവിച്ചത്. അവസാനം നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സങ്കടപ്പെട്ടു പോവുകയാണ് അവർ. ഞങ്ങൾ വിശ്വസിച്ച് ഇവൻ വരാനിരിക്കുന്ന രക്ഷകനാക്കും, ഒരു കാര്യമില്ല. അവൻ മരിച്ച് 3-ാം ദിവസമാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേൽക്കുന്നൊക്കെ അവൻ പറഞ്ഞത്, ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞ് പോകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈശോ, ഭോഷന്മാരെ, മിശിഹ ഇതെല്ലാം സഹിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിരുന്നില്ലേ? അതാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഈ വീഞ്ഞ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, മിശിഹ ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് വേണ്ടായിരുന്നു മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ. നിർഭാഗ്യവശാൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന മിശിഹ അതൊന്നും ആയിരുന്നില്ല. ഞാൻ മുമ്പൊക്കെയോ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന മിശിഹ എന്താണ്? ഒരു വലിയ സാമ്രാജ്യം യഹൂദർക്ക് വേണ്ടി സ്ഥാപിക്കുന്ന മിശിഹ, ഈ ലോകത്തിൻ്റെ ഭരണകേന്ദ്രമായിട്ട് ജെറൂസലത്തെ മാറ്റുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്ന മിശിഹ, ജെറൂസലം ദേവാലയം അതിഗംഭീരമായിട്ട് പുതുക്കി പൊളിച്ചു പണിയുന്ന ഒരു മിശിഹ. അങ്ങനെ വലിയ പ്രതാപത്തോടെ യഹൂദർ ജീവിക്കും. അതിനാണ് ഈ രക്ഷകൻ വരുന്നത്. ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കി, ഇവനായിരിക്കാം ഒരുപക്ഷെ വരാനിരിക്കുന്ന രക്ഷകൻ, അങ്ങനെയെങ്കിൽ അവനെ നമുക്ക് രാജാവാക്കാം. പക്ഷേ ഈശോ അതിനൊന്നും നിന്നു കൊടുക്കുന്നില്ല. ചുരുക്കത്തിൽ ഈ ഈശോയുടെ അത്ഭുതങ്ങളും പ്രവർത്തനങ്ങളും മുഴുവനും എന്താണ് തെളിയിക്കുന്നത്? അവിടുന്ന് വരാനിരിക്കുന്ന രക്ഷകനാണ് എന്നുള്ളതാണ്.
ഇത് എല്ലാവർക്കും ഒന്നും മനസ്സിലായില്ല. കാരണം എന്താണ്? മനസ്സിലാകാത്തവർ രക്ഷകനെക്കുറിച്ച് തെറ്റായൊരു സങ്കല്പത്തിലായിരുന്നു. ഇത് അന്നെന്ന പോലെ ഇന്നും പ്രസക്തമാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അന്നെന്ന പോലെ ഇന്നും പ്രസക്തമാണ്. നമുക്ക് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച്, ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? ഈ സങ്കല്പം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്. അല്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ നമുക്ക് കിട്ടുന്ന രക്ഷകനെ നമ്മൾ തള്ളിപ്പറയും. പലതിനെയും നമ്മൾ വിമർശിക്കും. നമുക്ക് മനസ്സിലാവില്ല. കർത്താവ് തന്നെ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചുമൊക്കെ ശിഷ്യന്മാരോട് പല പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ അന്നേരമൊക്കെ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരിങ്ങനെ പെർപ്ലക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഒന്നും തിരിയുന്നില്ല. ഇവനെന്താ ഈ പറയുന്നത്? മിശിഹ മരിക്കാനോ, കുരിശിൽ മരിക്കാനോ, അടക്കപ്പെടാനോ? ഇതെന്താ ഇവൻ പറയുന്നത്? ഒന്നും തിരിയുന്നില്ല. പത്രോസാണെങ്കിൽ പറഞ്ഞ്, കർത്താവേ, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ കർത്താവ് പത്രോസിനെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ അവസ്ഥാവിശേഷം അന്നും ഇന്നുമൊക്കെ ഉണ്ട്. മിശിഹായെ തിരിച്ചറിയാത്തവർ, മിശിഹായുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫിഗർ, അല്ലെങ്കിൽ ആ മിശിഹ എന്താണെന്ന് തിരിച്ചറിയാത്തവർ, സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാത്തവർ, നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഈശോയുടെയും മാതാവിൻ്റെയും ഒക്കെ രൂപങ്ങളുണ്ടാക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടേതായ ആശയങ്ങൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കും. ക്രിസ്തുരാജൻ, ക്രൈസ്ത കിങ്, നമ്മളെ രാജാവായതുകൊണ്ട് തലയിൽ കിരീടമൊക്കെ വെക്കും. എന്തിനു വേണ്ടിയിട്ട്? നമുക്കതൊക്കെയാണ് ഇഷ്ടം. ചുരുക്കത്തിൽ നമ്മൾ പിൻചെല്ലുന്ന ഈശോ എന്ന് പറയുന്നത് രാജാവായ ഈശോയല്ല, രാജകീയമായ ശൈലിയിൽ ജീവിച്ച ഈശോയല്ല, കൊട്ടാരത്തിൽ ജീവിച്ച ഈശോയല്ല. ആ ഈശോയുടെ മാതാവ് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ദിവസവും വസ്ത്രം മാറാൻ മാത്രം സമ്പന്നയായിരുന്നില്ല. ചുരുക്കത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് പ്രിയമുള്ളവരെ. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷയെക്കുറിച്ച് ഒക്കെയുള്ള ശരിയായ സങ്കല്പങ്ങൾ, ആശയങ്ങളില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില തെറ്റായ രീതികളിലേക്ക് നമ്മൾ വഴുതി വീഴാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. നമ്മളൊരു പക്ഷേ നമ്മുടെ അനുഷ്ഠാനങ്ങളെ അതിൽ തന്നെയുള്ള ചില ചില വിശുദ്ധമായ കാര്യങ്ങളായിട്ട് കാണും. അത് ലക്ഷ്യങ്ങളല്ല, മാർഗങ്ങൾ മാത്രമാണ്. നമ്മുടെ പ്രദക്ഷിണങ്ങൾ എടുത്തു നോക്കാം. പണ്ടെങ്ങോ ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പ്രദക്ഷിണം എന്ന് പറയുന്നത്, പള്ളി പ്രദക്ഷിണം എന്ന് പറയുന്നത് അത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ മരക്കുരിശിനെ എപ്പോഴും അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോകുന്നത്. മരത്തിൽ മരിച്ചവനെ പിൻചെല്ലുക എന്നുള്ളതാണ്. ആ മരത്തിൽ മരിച്ചവനെ ചെന്നവരാണ് പിന്നീട് വരുന്ന ആ രൂപങ്ങളിലൂടെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് വിശുദ്ധരായ മനുഷ്യർ. അതുപോലെ തന്നെ ആ ഒരു രക്ഷയെക്കുറിച്ചുള്ള മരത്തിൽ മരിച്ചവരിലൂടെയാണ് രക്ഷ എന്നുള്ള കാര്യം അനൗൺസ് ചെയ്യുന്നതാണ് നമ്മുടെ ചെണ്ടയും മറ്റുമൊക്കെ. അതിങ്ങനെ മത്സരങ്ങളുടെ വേദിയാക്കാനുള്ളതല്ല. ഒരു 5-10 ബാൻഡ് മേള ഗ്രൂപ്പുകാരെ വിളിച്ച് മത്സരിക്കാനുള്ളതല്ല. നേരെ മറിച്ച് അതിൻ്റെ ആഴത്തിലുള്ള വിശ്വാസപരമായ ഒരു അർത്ഥമുണ്ട്. അത് നമ്മൾ വീണ്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ വീഞ്ഞ് വർദ്ധിപ്പിച്ചത് അത് കല്യാണത്തിനിടയിൽ വീഞ്ഞ് കൊടുക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ അതിലൂടെ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാകാതെ പോകും. അപ്പോൾ മനസ്സിലാകാത്ത വിശ്വാസമാണ് ഒരു തരത്തിൽ അന്ധവിശ്വാസങ്ങളായിട്ടും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളായിട്ടുമൊക്കെ അധപ്പതിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം ഈശോയിലുള്ള വിശ്വാസം എന്താണ് എന്ന് നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ വേദപാഠമൊക്കെ ഒരു പരിധിവരെ കേവലം അറിവ് മാത്രമല്ലേ പ്രദാനം ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഈശോയെ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നമ്മൾ ഈ വേദപാഠമൊക്കെ കഴിഞ്ഞ് നല്ല മാർക്ക് മേടിച്ച കുട്ടികൾ വിശ്വാസം പോലും ഉപേക്ഷിച്ച് പോകുന്നത് കാണുന്നത്. യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഈശോയുമായിട്ടുള്ളൊരു ബന്ധം, ഈശോയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ബന്ധമാണത്, ഒരു റിലേഷൻഷിപ്പാണ്. ഏതാനും ചില തത്വസംഹിതകളിലുള്ള വിശ്വാസ സംഹിതകളിലുള്ള വിശ്വാസമല്ലത്. നമ്മൾ ആദ്യകാലത്തെ ആദിമസഭയെടുത്ത് നോക്കുക.
അവിടെ ഈശോയുമായിട്ടുള്ള നേരിട്ടുള്ളൊരു ബന്ധമായിരുന്നു, ഒരു വ്യക്തിപരമായ ബന്ധമായിരുന്നു വിശ്വാസം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ കാലക്രമത്തിൽ എന്ത് പറ്റി? നമ്മൾ കേവലം ചില ഡോഗ്മാസ്, വിശ്വാസ സത്യങ്ങളിലുള്ള വിശ്വാസമായി മാറി. അത് ഈശോയായിട്ടുള്ള ബന്ധമല്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരു പക്ഷേ ഈ ഈശോയുടെ ജീവിത രീതി പിൻചെല്ലാനായിട്ട് സാധിക്കാതെ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അതിനകത്ത് പറയുന്നതൊക്കെ വിശ്വാസ പ്രമാണം. ഞാൻ ഓർക്കുന്നു, എൻ്റെ ആദ്യ കുർബാന സമയത്ത് എന്താണ് പഠിപ്പിച്ചിരുന്ന ഒരു ചെറിയ വേദോപദേശമുണ്ട്. അതിനകത്ത് കുറേ ചോദ്യങ്ങളുണ്ട്, കുറേ ഉത്തരങ്ങളുണ്ട്. പഠിപ്പിക്കുന്ന ഇതാണ്: ആരാണ് നിന്നെ സൃഷ്ടിച്ചത്, എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് നീ ജീവിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യം പറയും. അപ്പോൾ ആ ചോദ്യോത്തരങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആദ്യ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയായി. അല്ലെങ്കിൽ ഈ കുറേ നമസ്കാരങ്ങൾ, അത് നമ്മൾ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയായി എന്ന് നമ്മൾ കരുതുന്നു. നിർഭാഗ്യവശാൽ കുട്ടികൾക്ക് ആ തരത്തിലുള്ള ഒരു ഇംപ്രഷൻ, ഒരു ചിന്തയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ കുർബാന മാറ്റങ്ങളുണ്ടാക്കുന്നില്ല. പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, അവരുടെ ചിന്തകളൊക്കെ ഇതിലെയാണ് പോകുന്നത്. അപ്പോൾ അവർ പറയും, ഇങ്ങനെ സമ്മാനങ്ങൾ, നല്ല വീട്ടിലൊരുക്കുന്ന സദ്യകൾ, വരുന്ന വിരുന്നുകാർ, ബന്ധുക്കൾ, അതിലൊക്കെയാണ് അവരുടെ ശ്രദ്ധ. കുട്ടികളെന്ന നിലയിൽ അത് സംഭാവ്യമാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് പറ്റിയതെന്താണ്? ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലാണ് അത് ഉൾക്കൊള്ളുന്നതെന്ന് ഒരു പക്ഷേ നമ്മൾ പറയാൻ മറന്നുപോയി എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, അന്നൊക്കെ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുക്കുമ്പോൾ അന്ന് സിസ്റ്റേഴ്സൊന്നുമില്ല, അല്ലാത്ത അധ്യാപകരാണ് പഠിപ്പിക്കുന്നതൊക്കെ. അവർ പറയും, നിൻ്റെ നാവിലേക്ക് വെച്ച് തരുന്ന ആ അപ്പമുണ്ടല്ലോ, ഈശോയാണ്, ആ ഈശോയെ നീ കടിച്ച് ചവയ്ക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു റെസ്പെക്റ്റ്, ബഹുമാനം കൊടുക്കുന്നതിന് സൂചകമാണ്. അപ്പോൾ അത്രയും ഒരു എൻ്റെ ഈശോയെ ഞാൻ കടിച്ച് നോവിക്കരുത് എന്നുള്ള ഒരു വ്യക്തിപരമായ ബന്ധം അന്ന് ഞങ്ങൾക്ക് തന്നിരുന്നു. ഒരു പക്ഷേ അന്നത്തെ അധ്യാപകർക്ക് അത്രയൊക്കെ അറിഞ്ഞുകൂടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നും ആ വ്യക്തിപരമായ ആ ഒരു രീതി, എൻ്റെ ഈശോയെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കരുത്, അന്ന് കടിക്കുന്ന കാര്യമായിരിക്കാം പറഞ്ഞതെങ്കിൽ ഇന്ന് ഈശോയുടെ പ്രബോധനത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന രീതി, അത് ഉണ്ടാകാൻ പാടില്ല എൻ്റെ ജീവിതത്തിൽ എന്നുള്ള വലിയ ഒരു ചിന്ത, ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രവൃത്തികളെ ആ രീതിയിൽ ഞാൻ വിലയിരുത്താനും പരിശ്രമിക്കും. അപ്പോൾ മനസ്സിലാകും, എൻ്റെ ഈശോയെ ഞാൻ ഈ രീതിയിലൊന്നും വേദനിപ്പിക്കാൻ പാടില്ല. ഈശോയ്ക്ക് വേദനയൊന്നും ഉണ്ടാകില്ല, തീർച്ചയായിട്ടും ദൈവത്തിന് വേദനയൊന്നുമില്ല. പക്ഷേ എങ്കിലും മാനുഷികമായ അർത്ഥത്തിൽ പറയുമ്പോൾ ഈശോയുമായിട്ടുള്ള ആ ബന്ധം ഞാൻ നിലനിർത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ കുമ്പസാരത്തിൽ മനസ്താപ പ്രകരണം നമ്മളത് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാമായി എന്ന് നമ്മളൊരു പക്ഷേ കുട്ടികൾക്കൊരു ഇംപ്രഷൻ കൊടുക്കുന്നുണ്ടോ? മനസ്താപ പ്രകരണം വാസ്തവത്തിൽ ചെല്ലണം. അതേ സമയത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ടാണ് എന്നെ കണ്ടത് ചെല്ലിക്കുന്നത്. അതല്ലാതെ കേവലം യാന്ത്രികമായിട്ട് അത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വരുന്ന ഈ കാര്യം കർത്താവുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായിട്ട് കാണേണ്ടത്. കുറേ സംഹിതകളിൽ അല്ലെങ്കിൽ കുറേ പ്രമാണങ്ങളിലുള്ളതല്ല യേശുവുമായിട്ടുള്ള ആ നേരിട്ടുള്ള ബന്ധം. ഈ ബന്ധം നമുക്ക് മുറിക്കാൻ തോന്നരുത്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം, കൂട്ടുകെട്ട്, അതില്ലാതാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവർ, നമ്മൾ ഓർക്കേണ്ട വസ്തുത ഇതാണ്: ഈശോയുമായിട്ടുള്ള ഇപ്രകാരം ഒരു കൂട്ടുകെട്ട് ഉണ്ടെങ്കിലേ ആ കൂട്ടുകെട്ടിനെ നമ്മൾ വിലമതിക്കുകയുള്ളൂ. ആ കൂട്ടുകെട്ട് ഒരിക്കലും ഇല്ലാതാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. കേവലം എനിക്ക് ദൈവത്തോട് നേരിട്ട്, ഈശോയോട് നേരിട്ട് ബന്ധമൊന്നുമില്ലാതെ കുറേ പ്രമാണങ്ങൾ എനിക്ക് തരുന്നു, ഞാനിത് വിശ്വസിക്കുന്നു, അത്ര തന്നെ. ആ വിശ്വാസം കൊണ്ട് പ്രയോജനമില്ല. അതെന്നെ ഒരിക്കലും തെറ്റായ വഴികളിൽ നിന്ന് നേരായ വഴികളിലേക്ക് നയിക്കില്ല. എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു കൂട്ടുകാരൻ എന്നെ ഒരുപക്ഷെ കളിയാക്കുമായിരിക്കാം, എന്നെ ഒരുപക്ഷെ ഉപദ്രവിക്കുമായിരിക്കാം. പക്ഷേ ഞാനതെല്ലാം സഹിക്കും. കാരണം അവനെൻ്റെ കൂട്ടുകാരനാണ്, അവനെന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈശോയുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു പറയും, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചു, അതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോയുടെ പിതാവ് എങ്ങനെയാണ് ഈശോയെ സ്നേഹിച്ചത്? അവിടെ കുരിശുമരണം കൊടുത്തിട്ടുണ്ട്, പീഡാസഹനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ എന്ന് സ്വയം ചോദിക്കാൻ ഈശോയ്ക്ക് കഴിഞ്ഞു. ഇതുതന്നെയാണ്
സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കൂട്ടുകാരൻ്റെ വാക്കുകൾ വേദനിപ്പിക്കുന്നതാണെങ്കിലും അവൻ്റെ പ്രതികരണങ്ങൾ വേദനിപ്പിക്കുന്നതാണെങ്കിലും അത് സ്നേഹപൂർവ്വം സ്വീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവരുടെ വഴക്കുകളും അവരുടെ തല്ലുകളും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നത്. അല്ലെ, സ്വീകരിക്കില്ല സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഈ വ്യക്തിപരമായ ബന്ധത്തിലാണ് ഇത് അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ കരുതുക. ഇവിടെ ഈ അത്ഭുതങ്ങളെല്ലാം കാണിച്ചു തരുന്നത് എന്താണ്? ഈ വ്യക്തി യഥാർത്ഥത്തിലുള്ള രക്ഷകനാണ്. ഈ രക്ഷകൻ നിങ്ങൾ വിശ്വസിക്കണം. അവനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ശമറിയാക്കാരി സ്ത്രീക്ക് അതാ സംഭവിച്ചത്. അതുപോലെ തന്നെ ഈശോയുടെ യഥാർത്ഥ രൂപം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളുടെ ഗ്രാമവാസികൾ പറഞ്ഞ എന്താ, ഇനി നീ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു ഇവനെ തിരിച്ചറിഞ്ഞു, ഇനി ഞങ്ങൾക്ക് പ്രശ്നമില്ല, അപ്പോൾ നീ പൊക്കോ, നിൻ്റെ വഴിക്ക് പൊക്കോ. ചുരുക്കത്തിൽ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇട്ടിട്ട് പോകാൻ തോന്നില്ല. നമ്മളതിനെയൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ഈശോയുമായിട്ടുള്ള ബന്ധം നമുക്ക് ശരിയായി സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ഓർക്കണം, ഈ കൂട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കണം. നമ്മൾ കൂട്ടുകാരൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ കൂട്ടുവെട്ടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടുകാരൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക, അതാണ് ദൈവപ്രമാണങ്ങൾ. അപ്പോൾ കൂട്ടവിടെ ഉണ്ടാകണം, സ്നേഹമുണ്ടാകണം. അവൻ എന്താണ് പറയുന്നതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണ് ഈ വിശുദ്ധ ഗ്രന്ഥവും നമ്മുടെ പ്രമാണങ്ങളുമെല്ലാം അതുതന്നെയാണ്, പ്രബോധനങ്ങളെല്ലാം അതുതന്നെയാണ്. അപ്പോൾ ആ കൂട്ട് നിരന്തരമായിട്ട് നിലനിർത്താനായി നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ മാത്രമാണതെല്ലാം. പ്രിയമുള്ളവരെ, അങ്ങനെ യേശുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ ജീവിക്കുന്ന വിശ്വാസമായിട്ട് നമ്മുടെ വിശ്വാസം രൂപപ്പെടട്ടെ. ആ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അവനിഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ ചെയ്യുകയുമില്ല, നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.